മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു കായ മെഴുക്ക് പുരട്ടിയാണ്. ഇതൊരു വ്യത്യസ്തമായ രുചിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ പച്ചക്കായ വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 4 കായയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ കുറച്ചെടുക്കാൻ 2 3 വെച്ചിട്ടായാലും തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ആദ്യം ഇതിൻ്റെ 2 സൈഡും ഒന്ന് മുറിച്ച് കളയുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തൊലി നീക്കിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇതുപോലെ ഞാൻ പീലർ വെച്ചിട്ടാണ് നീക്കണത്. എന്നാൽ നമുക്കത് നൈസായിട്ട് തന്നെ നീക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെത്തിയാൽ കൂടുതൽ അതിൻ്റെ അടിഭാഗം പോവും. അതുകൊണ്ട് പറ്റുമെങ്കിൽ എല്ലാവരും സൗകര്യം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഒരു പീലർ വെച്ചിട്ടാണ് ഇത് 4ഉം തൊലി നീക്കം ചെയ്തിട്ട് ഇതുപോലെ നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ആ സമയത്ത് തന്നെ ഇതുപോലെ 4ഉം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. മുറിക്കുന്ന രീതി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെയാണ്, കുറച്ച് നീളൻ സൈസിലാണ് മുറിച്ചെടുക്കുന്നത്. കുറച്ച് കനത്തിൽ വേണം ഇത് കട്ട് ചെയ്യാൻ. തീരെ കനം കുറഞ്ഞിട്ട് വേണ്ട. അങ്ങനെയാകുമ്പോൾ നമുക്കിത് ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് കനത്തിൽ തന്നെ ഇതെല്ലാതും കട്ട് ചെയ്ത് നന്നായി കഴുകിയിട്ട് ഞാൻ വെള്ളം നന്നായി വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്കിതിൽ വെള്ളം പാടില്ല. കാരണം വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആദ്യം. അതുകൊണ്ട് വെള്ളം നന്നായി വാർത്ത് കളയണം. ഇതുപോലെ കട്ട പിടിച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വിടുത്തിയെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണിത്. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വലിയൊരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 5-6 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ നന്നായി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ചധികം നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള കായ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ചിപ്സ് മാതിരി വറക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കുറച്ച് വെന്ത് കിട്ടണം. അത് തീരെ ഉടഞ്ഞു പോകരുത്. അതുപോലെ കുറച്ചായിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് 2-3 മിനിറ്റ് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കതൊന്ന് കോരി ഒരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ അങ്ങനെ കട്ടിയായിട്ട് കണ്ടത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് ഇതിന് നല്ല രുചി ഉണ്ടാവുക. സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ നമ്മളിത് വറുത്ത് എടുക്കുന്ന സമയത്ത് പാകത്തിന് വെച്ച് കൊടുക്കണം. കൂടുതലാവണ്ട. അതുപോലെ ഞാൻ എല്ലാതും വറുത്ത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പീസ് എടുത്തിട്ട് ഞാൻ കാണിക്കാം. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ തീരെ ഉടഞ്ഞിട്ടുമില്ല. അങ്ങനെ വേണം വറുത്തെടുക്കാൻ. ഇനി അതേ എണ്ണയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. കാരണം നമ്മൾ ഈ കായ വറുത്തതിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാകത്തിന് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തു. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും പൊട്ടി വന്ന ശേഷം അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഓരോന്നും തക്കാളി ഒഴികെ നമ്മളെല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ തന്നെ മൂത്തെടുക്കിട്ടണം. ഇത് ഈ സമയത്ത് നമ്മൾ ഇതിലേക്കൊക്കെ വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കായ വറക്കുമ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് വേണം നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കാനായി. ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത്
ഇനി വേണമെങ്കിൽ നമ്മൾ അവസാനം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കളറ് ഒന്ന് ചേഞ്ചായിട്ട് കിട്ടണം. ഉള്ളിയുടെയൊക്കെ വെളുത്തുള്ളിയൊക്കെയും പച്ചച്ചൊവ മാറണം. അതിന് ശേഷമാണ് നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചീനച്ചട്ടിയിൽ ഇങ്ങനെ ഇതുപോലെ ഒട്ടി പിടിച്ചതൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി തക്കാളിയും കൂടി നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം. നമ്മളിതിലേക്ക് ഇനി വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കണില്ല. കാരണം നമ്മൾ ഈ കായ ആദ്യം ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി അതിന് വേവൊന്നുമില്ല. ഇതിൽ ഈ മസാലയിലും ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇത്ര മതി. നമുക്ക് തക്കാളി നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ എണ്ണ കുറവാണെങ്കിൽ നമ്മളൊരു ടീസ്പൂണും കൂടി എണ്ണ ചേർത്ത് കൊടുക്കണം, പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ കുറച്ചധികം തന്നെ നമ്മളിതിന് ചേർക്കേണ്ടി വരും. ഇനി അതിലേക്ക് ഓരോരോ പൊടികളായിട്ട് ചേർക്കാം. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂണിനേക്കാളും പകുതി മതി, കുറച്ച് ഒരു നുള്ളിലധികം നമ്മൾ ചിക്കൻ മസാല ചേർത്തു. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ചൊവ മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇപ്പം എല്ലാം ഈ ഉള്ളിയിലും തക്കാളിയിലൊക്കെ ചേർന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാല എല്ലാ സ്ഥലത്തും ആവണ മാതിരി ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് 2-3 മിനിറ്റ് നേരം അടച്ച് വെക്കണം. എന്നാലാണ് ഈ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. ഈ സമയത്ത് നമ്മളൊന്ന് ഉപ്പ് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കണം. കുറച്ച് കമ്മിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഉപ്പൊന്നും അവിടെയും ഇവിടെയായിട്ടൊന്നും നിൽക്കില്ല, അതിലേക്ക് നന്നായിട്ട് ചേർന്ന് കിട്ടും. ഒരു 3-4 കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം അടച്ച് വെക്കാൻ. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ കായ ഇട്ട ശേഷം ഇളക്കി കൊടുക്കാനൊക്കെ അടച്ച് വെക്കാനൊക്കെ. കൂടുതൽ ഫ്ലെയിം വേണ്ട. കഷ്ണം ഇത് ഒന്നിനോടൊന്നും ഒട്ടിയിട്ടൊന്നും നിൽക്കണില്ല, കണ്ടോ, ഇതുപോലെ കിട്ടും. ഇത്രയും മതി. നമ്മുടെ കായ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായി. ഇനി നമുക്കിതൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ മെഴുക്ക് പുരട്ടിക്ക്. ഇതിൽ മസാലയൊക്കെ ചേർന്നത് കൊണ്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.